എല്ലാവർക്കും നമസ്കാരം. സോഹോ ബുക്സ് റിപ്പോർട്ട്സ് മാസ്റ്റർ ക്ലാസ് വീഡിയോ സീരീസിൻ്റെ 2ാം അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഗുരുപ്രസാദ്. ഞാൻ സോഹോ ബുക്സ് ഇന്ത്യൻ എഡിഷൻ ടീമിലെ പ്രോഡക്റ്റ് എക്സ്പെർട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സോഹോ ബുക്സിലെ മുഴുവൻ റിപ്പോർട്ടുകൾ പരിചയപ്പെടുകയും അവയിൽ ചെയ്യാൻ സാധിക്കുന്ന കസ്റ്റമൈസേഷനും മനസ്സിലാക്കി. ഈ വീഡിയോയിൽ നമ്മൾക്ക് ബിസിനസ് ഓവർവ്യൂ റിപ്പോർട്ട്സ് കാറ്റഗറി വിശദമായി നോക്കാം. ബിസിനസ് ഓവർവ്യൂ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് ബിസിനസ് പ്ലാൻ ചെയ്യുവാനും ഇൻവെസ്റ്റ്മെൻറ്റ്, അസറ്റ്, ലയബിലിറ്റി എന്നിവ മികച്ച രീതിയിൽ മനസ്സിലാക്കുവാനും സഹായിക്കും. ഈ വിഭാഗത്തിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ്, ബിസിനസ് പെർഫോമൻസ് റേഷ്യോസ്, ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റിംഗ്, മൂവ്മെൻറ്റ് ഓഫ് ഇക്വിറ്റി തുടങ്ങിയ റിപ്പോർട്ടുകൾ ഉൾപ്പെടുന്നു. ഒരു ബിസിനസ്സിൻ്റെ സാമ്പത്തികാരോഗ്യം പരിശോധിക്കാൻ ഈ റിപ്പോർട്ടുകൾ വളരെ പ്രധാനമാണ്. ആദ്യം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് റിപ്പോർട്ട് നോക്കാം. ഇതിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന കാലയളവിലെ നിങ്ങളുടെ നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് കാണുവാൻ സാധിക്കും. ഈ റിപ്പോർട്ട് ഇൻകം, അതർ ഇൻകം, എക്സ്പെൻസ്, അതർ എക്സ്പെൻസ് തുടങ്ങിയ അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻസ് അടിസ്ഥാനമാക്കി ആയിരിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് റിപ്പോർട്ട് ഈ കാണുന്ന 5 ഭാഗങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. അത് ഓപ്പറേറ്റിംഗ് ഇൻകം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, പിന്നെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്നിങ്ങനെയാണ്. നമ്മൾക്കിവ ഓരോന്നായി കണ്ടു നോക്കാം. ഓപ്പറേറ്റിംഗ് ഇൻകം എടുത്താൽ അതിൽ ഇൻകം അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻസ് ആയിരിക്കും ഉൾപ്പെട്ടിട്ടുള്ളത്. അതായത് സെയിൽസ്, ഇൻകം അക്കൗണ്ടിലേക്കുള്ള ഡെപ്പോസിറ്റുകൾ എന്നിവ. അതിൻ്റെ ഒപ്പം ഇൻവോയ്സുകളിൽ കൊടുക്കുന്ന ഡിസ്കൗണ്ടുകൾ ഇൻകം അക്കൗണ്ടിൽ ട്രാക്ക് ചെയ്യപ്പെടുന്നു. ഇൻകം അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ പലരും ചോദിച്ചു കേൾക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഡിസ്കൗണ്ട് ഇൻകമായി ട്രാക്ക് ചെയ്യുന്നതെന്ന്. കാരണം സെയിൽസിൽ കൊടുക്കുന്ന ഒരു ഡിസ്കൗണ്ട് ഒരാളുടെ ഭാഗത്ത് ഒരു എക്സ്പെൻസായി വരുന്നില്ല. പകരം അത് ഇൻകം അക്കൗണ്ടിൽ നെഗറ്റീവായാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് സൈഡിൽ പ്രതിഫലിക്കുകയും ഓപ്പറേറ്റിംഗ് ഇൻകം വാല്യൂ കുറയ്ക്കുകയും ചെയ്യുന്നു. അടുത്തതായി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ കണക്കാക്കപ്പെടുന്നുവെന്ന് നോക്കാം. 2 കാര്യങ്ങളാണ് പരിഗണിക്കാനുള്ളത്. ഒന്ന് ഇൻവെൻട്രി ഐറ്റംസ്, അതായത് സ്റ്റോക്ക് ട്രാക്ക് ചെയ്യുന്ന ഐറ്റംസ്, പിന്നെ നോൺ ഇൻവെൻട്രി ഐറ്റംസ്, അതായത് സ്റ്റോക്ക് ട്രാക്ക് ചെയ്യാത്ത ഐറ്റംസ്. ഇത് മനസ്സിലാക്കാൻ ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫ്ലോ എങ്ങനെയെന്ന് പറയാം. സോഹോ ബുക്സിലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫ്ലോ പ്രകാരം അഥവാ കോക്സ് ഫ്ലോ പ്രകാരം ഒരു നോൺ ഇൻവെൻട്രി ഐറ്റം പർച്ചേസ് ചെയ്താൽ അത് കോക്സ് അക്കൗണ്ടിൽ അപ്പോൾ തന്നെ പ്രതിഫലിക്കും. എന്നാൽ നിങ്ങളൊരു ഇൻവെൻട്രി ഐറ്റം വെച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് അഥവാ ഇൻവെൻട്രി അക്കൗണ്ട് സെലക്ട് ആവുകയും പർച്ചേസ് ചെയ്ത വില ആ ഇൻവെൻട്രി അക്കൗണ്ടിൽ ട്രാക്ക് ആവുകയും ചെയ്യും. ഇനി ഇതേ ഐറ്റം നിങ്ങൾ സെയിൽസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇൻവെൻട്രി അക്കൗണ്ട് ക്രെഡിറ്റ് ആവുകയും കോക്സ് അക്കൗണ്ട് ഡെബിറ്റ് ആവുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് ഈ ഒരു ബിൽ നോക്കുക. ഇവിടെ പർച്ചേസസ് മൊഡ്യൂളിൽ ബിൽ സെക്ഷൻ എടുത്ത് ഈ കാണുന്ന ബില്ല് എടുക്കുകയാണെങ്കിൽ സേഫ്റ്റി പിൻ എന്ന ഐറ്റത്തിൻ്റെ ഈ ബില്ല് എഡിറ്റ് ചെയ്യുമ്പോൾ ലൈൻ ഐറ്റത്തിൽ സെലക്ട് ആയിരിക്കുന്ന അക്കൗണ്ട് ഇൻവെൻട്രി ആസറ്റ് എന്ന് കാണാം. ഒരു ഇൻവെൻട്രി ഐറ്റം വെച്ച് ബിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ അവിടെ സെലക്ട് ആവുന്നത് ഇൻവെൻട്രി അക്കൗണ്ട് ആയിരിക്കും. ഈ ഒരു ഐറ്റത്തിൻ്റെ വില കൊടുത്തിരിക്കുന്നത് 40 രൂപ. ഇതേ ബില്ലിൻ്റെ ജേണൽ നോക്കുകയാണെങ്കിൽ അവിടെ അക്കൗണ്ട്സ് പേയബിൾ ക്രെഡിറ്റ് ആവുകയും ഇൻവെൻട്രി അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ആവുകയും ചെയ്തിരിക്കുന്നത് കാണാം. ഇനി ഇതേ ഐറ്റം സെൽ ചെയ്യുമ്പോൾ, അതായത് സെയിൽസ് മൊഡ്യൂളിലെ ഇൻവോയ്സ് സെക്ഷൻ എടുത്ത് ഈ കാണുന്ന ഇൻവോയ്സ് തുറന്ന് നോക്കുകയാണെങ്കിൽ ഇതേ സേഫ്റ്റി പിൻ എന്ന ഐറ്റത്തിൻ്റെ ഇൻവോയ്സിൻ്റെ ജേണൽ കാണാം. അതിൽ ഇൻവെൻട്രി അസറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ആയിരിക്കുന്നതും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അക്കൗണ്ട് ഡെബിറ്റ് ആയിരിക്കുന്നതും കാണാം. അതായത് ഇൻവെൻട്രി ട്രാക്കിംഗ് സജീവമെങ്കിൽ സെയിൽസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് കോക്സ് അക്കൗണ്ടിൽ പ്രതിഫലിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ P&L റിപ്പോർട്ടിൽ കണക്കാക്കുന്നുവെന്ന് മനസ്സിലാക്കിയല്ലോ. അടുത്തതായി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് വിഭാഗം നോക്കാം. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ മുഴുവൻ എക്സ്പെൻസ് അക്കൗണ്ട് ടൈപ്പിലെയും ട്രാൻസാക്ഷൻസ് ഉൾപ്പെടുന്നു. അതിൽ ബിസിനസ്സിലെ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ്, ടെലിഫോൺ എക്സ്പെൻസസ്, ഇലക്ട്രിസിറ്റി എക്സ്പെൻസസ് മുതലായ ചിലവുകൾ ഉണ്ടാവും. ഇനി നിങ്ങളൊരു പർച്ചേസിൽ ഡിസ്കൗണ്ട് രേഖപ്പെടുത്തിയാൽ അത് എക്സ്പെൻസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ റിഫ്ലക്ട് ചെയ്യും. ഇതാ ഇവിടെ കാണുന്ന പോലെ നെഗറ്റീവ് എമൗണ്ടായി വരും. നേരത്തെ ഓപ്പറേറ്റിംഗ് ഇൻകം എടുത്തപ്പോൾ അതിൽ കണ്ട പോലെ ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ നിന്നും പർച്ചേസസിലെ ഡിസ്കൗണ്ട് എമൗണ്ട് കുറയ്ക്കപ്പെടുന്നു. ഇനി അടുത്തതായി വരുന്നത് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകമാണ്. ഇതിൽ അതർ ഇൻകം അക്കൗണ്ട് ടൈപ്പിലുള്ള എല്ലാ ഇടപാടുകളും കാണിക്കും. ഇതേപോലെ തന്നെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ അതർ എക്സ്പെൻസ് അക്കൗണ്ട് ടൈപ്പിലെ മുഴുവൻ ഇടപാടുകളും കാണിക്കും.
ഇവിടെ ഒരു ബിസിനസ് ഓപ്പറേഷൻ്റെ ഭാഗമല്ലാത്ത ഇൻകം ആൻഡ് എക്സ്പെൻസ് ആണ് കാണിക്കുന്നത്. അതായത് സെയിൽസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ്, ഡൊണേഷൻസ് ടു ചാരിറ്റി, എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് മുതലായവ. ഇതുവരെ നമ്മൾ പറഞ്ഞതെല്ലാം അടിസ്ഥാനമാക്കി തിരഞ്ഞെടുത്തിരിക്കുന്ന കാലയളവിലെ നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് കാണുവാനാകും. മറ്റൊരു കാര്യം പറയുവാനുള്ളത് എന്തെന്നാൽ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് റിപ്പോർട്ടിലും ബാലൻസ് ഷീറ്റ് റിപ്പോർട്ടിലും കൊളാപ്സ് സബ് അക്കൗണ്ട്സ് എന്ന ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് പേരൻ്റ് അക്കൗണ്ടും അതിന് കീഴിൽ സബ് അക്കൗണ്ടുകളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊളാപ്സ് എന്ന് കൊടുത്ത് ചുരുങ്ങിയ റിപ്പോർട്ട് രൂപത്തിൽ പേരൻ്റ് അക്കൗണ്ടിൽ ടോട്ടൽ എമൗണ്ട് കാണുവാൻ സാധിക്കും. അല്ലെങ്കിൽ പ്രത്യേകം തന്നെ സബ് അക്കൗണ്ടുകളിൽ തന്നെ കാണാം. അതേപോലെ മറ്റൊരു ഫിൽറ്റർ ഓപ്ഷനാണ് ഫിൽറ്റർ അക്കൗണ്ട്സ് എന്നത്. ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഓൾ അക്കൗണ്ട്സ് എന്നായതുകൊണ്ട് മുഴുവൻ അക്കൗണ്ടുകളും കാണുവാൻ സാധിക്കുന്നു. ഇനി ഇത് മാറ്റി അക്കൗണ്ട്സ് വിത്തൗട്ട് സീറോ ബാലൻസ് എന്ന് കൊടുത്താൽ പിന്നീട് സീറോ ബാലൻസ് അക്കൗണ്ടുകളൊന്നും റിപ്പോർട്ടിൽ കാണിക്കില്ല. മറ്റൊരു ഓപ്ഷൻ കാണിക്കുവാനായുള്ളത് എക്സ്പോർട്ട് സമയത്ത് ഒരു താൽക്കാലിക നോട്ട് ചേർക്കുവാൻ സാധിക്കുമെന്നതാണ്. ഇവിടെ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് ഒരു ഫോർമാറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കസ്റ്റമൈസ് ദ ഡീറ്റെയിൽസ് ഇൻ ദി എക്സ്പോർട്ട് ഫയൽ എന്ന ഭാഗം എടുക്കുമ്പോൾ ഉള്ളിലൊരു ടെമ്പററി നോട്ട് കൊടുക്കുവാൻ സാധിക്കും. അതായത് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന ഫയലിന് താഴെ ഒരു നോട്ട്സ് ചേർക്കുവാനായി. ഇത്രയുമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് റിപ്പോർട്ടിനെ പറ്റി പ്രധാനമായും പറയുവാനുള്ളത്. സോഹോ ബുക്സിൽ ലഭ്യമായ മറ്റൊരു P&L വകഭേദമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെഡ്യൂൾ 3. ഇന്ത്യൻ കമ്പനികൾക്ക് വേണ്ടിയാണ് ഈ റിപ്പോർട്ട്. കമ്പനി നിയമം 2013 ഷെഡ്യൂൾ 3 അനുസരിച്ച് തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് വ്യക്തമാക്കിയ രൂപരേഖയിൽ തന്നെയാണ് സോഹോ ബുക്സിലുള്ളത്. നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ഈ എഡിറ്റ് അക്കൗണ്ട് മാപ്പിംഗ് എടുത്ത് ഓരോ സെക്ഷനിലുമുള്ള അക്കൗണ്ടുകൾ തിരഞ്ഞെടുക്കുവാൻ സാധിക്കും. ഒരു അക്കൗണ്ടൻറ്റിൻ്റെ സഹായത്താൽ ഈ റിപ്പോർട്ട് ആവശ്യാനുസരണം തയ്യാറാക്കിയെടുക്കാം. P&L ഷെഡ്യൂൾ 3 റിപ്പോർട്ട് 2 തരം വ്യൂവിൽ ലഭ്യമാണ്. ഇവിടെ സെലക്ട് റിപ്പോർട്ട് വ്യൂവിൽ കാണുന്ന സിംപ്ലിഫൈഡ് വ്യൂ മാറ്റി ഡീറ്റെയിൽഡ് വ്യൂ ആക്കിയാൽ ഓരോ അക്കൗണ്ടിലെയും ബൈഫർക്കേഷൻ കാണാൻ സാധിക്കും. ഇനി സോഹോ ബുക്സിൽ ഇന്ത്യൻ എഡിഷനുകൾക്ക് വേണ്ടി മറ്റൊരു P&L റിപ്പോർട്ട് കൂടെയുണ്ട്. അതാണ് ഹൊറിസോണ്ടൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് റിപ്പോർട്ട്. ഇത് സാധാ പ്രോഫിറ്റ് ആൻഡ് ലോസ് റിപ്പോർട്ട് പോലെ തന്നെയാണ്. ആകെ വ്യത്യാസം അതിൻ്റെ ഫോർമാറ്റാണ്. ഒരു T ഫോർമാറ്റിലാണ് ഹൊറിസോണ്ടൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് റിപ്പോർട്ട് ഉള്ളത്. അതായത് എക്സ്പെൻസും ഇൻകവും 2 വശങ്ങളിലായി ഒപ്പമൊപ്പമായി കാണിക്കുന്നു. ഇതിൽ എക്സ്പെൻസ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ അതിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന കാലയളവിലെ ഇൻവെൻട്രി അസറ്റ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിക്കുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന വാല്യൂ കാണാം. അതിൻ്റെ താഴെ കാണുന്ന പർച്ചേസസിൽ അതേ കാലയളവിലെ ഇൻവെൻട്രി ട്രാക്ഡ് ഐറ്റംസിൻ്റെ അഥവാ ഇൻവെൻട്രി അസറ്റ്സ് വെച്ചുള്ള പർച്ചേസ് പ്രൈസ് കാണാം. പിന്നെ വെൻഡർ ക്രെഡിറ്റ്സ്, വെൻഡറിന് തിരിച്ച് നൽകിയ ഐറ്റംസ് അതിൻ്റെ ആകെത്തുക അഥവാ വെൻഡർ ക്രെഡിറ്റ്സിൻ്റെ ആകെത്തുക കാണാം. ഇൻവെൻട്രി അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ ഈ കാലയളവിൽ നടത്തിയ ഇൻവെൻട്രി അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ തുക കാണാം. ഇതേ തുടർന്ന് വരുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ കോക്സ് അക്കൗണ്ട് ടൈപ്പിൽ വരുന്ന ട്രാൻസാക്ഷൻസ് മാത്രമായിരിക്കും കാണിക്കുക. അതേപോലെ എക്സ്പെൻസ് അക്കൗണ്ട് ടൈപ്പ് ട്രാൻസാക്ഷൻസ് അടങ്ങിയ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും അതർ എക്സ്പെൻസ് അക്കൗണ്ട് ടൈപ്പിലെ ട്രാൻസാക്ഷൻസ് അടങ്ങിയ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും അതിന് താഴേക്കായി കാണാം. ഇനി വലതുവശത്തായി വരുന്ന ഇൻകം സെക്ഷനിൽ ഇൻകം അക്കൗണ്ട് ടൈപ്പ് ട്രാൻസാക്ഷൻസ് അടങ്ങിയ ഓപ്പറേറ്റിംഗ് ഇൻകം കാണാം. അതേപോലെ ഇൻവെൻട്രി ക്ലോസിംഗ് സ്റ്റോക്ക് അടങ്ങിയ ക്ലോസിംഗ് സ്റ്റോക്കും അതിന് താഴെ അതർ ഇൻകം അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് അടങ്ങിയ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം സെക്ഷനും കാണാം. ഇനി ഇതാ ഇവിടെ ഇതെല്ലാം കണക്കിലെടുത്ത് നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് കൊടുത്തിരിക്കുന്നു. ഒരു നിശ്ചിത കാലയളവിൽ ഹൊറിസോണ്ടൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുത്താലും സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുത്താലും നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഒന്ന് തന്നെയായിരിക്കും. സോഹോ ബുക്സിലെ 3 പ്രോഫിറ്റ് ആൻഡ് ലോസ് റിപ്പോർട്ടുകൾ നമ്മളിപ്പോൾ കണ്ടു. ഇനി അടുത്തതായുള്ളത് ബാലൻസ് ഷീറ്റ് റിപ്പോർട്ടാണ്. 3 തരം ബാലൻസ് ഷീറ്റ് റിപ്പോർട്ടുകളാണുള്ളത്. സ്റ്റാൻഡേർഡ് ബാലൻസ് ഷീറ്റ്, ഹൊറിസോണ്ടൽ ബാലൻസ് ഷീറ്റ്, പിന്നെ ബാലൻസ് ഷീറ്റ് ഷെഡ്യൂൾ 3. ശരി, ആദ്യം കാണുന്ന ബാലൻസ് ഷീറ്റ് റിപ്പോർട്ടിൽ നിങ്ങളുടെ അസറ്റ്, ലയബിലിറ്റി, ഇക്വിറ്റി തുടങ്ങിയ അക്കൗണ്ടിലെ ബാലൻസസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഈ റിപ്പോർട്ടിൽ ആദ്യം അസറ്റ്സ് എന്ന സെക്ഷന് താഴെയായി ക്യാഷ്, ബാങ്ക്, അതർ കറണ്ട് അസറ്റ്സ്, സ്റ്റോക്ക്, ഫിക്സഡ് അസറ്റ്സ് എന്നിങ്ങനെയുള്ള അക്കൗണ്ട് ടൈപ്പുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അതിന് താഴെയായി ലയബിലിറ്റീസ് ആൻഡ് എക്വിറ്റീസ് എന്ന സെക്ഷൻ കാണാം. അതിൽ ലയബിലിറ്റീസ് എന്നതിന് താഴെയായി കറണ്ട് ലയബിലിറ്റീസ്, ക്രെഡിറ്റ് കാർഡ്സ്, ലോങ് ടൈം ലയബിലിറ്റീസ്,
അതർ ലയബിലിറ്റീസ് തുടങ്ങിയ അക്കൗണ്ടുകൾ ലഭ്യമായിരിക്കും. തുടർന്ന് വരുന്ന ഇക്വിറ്റീസിൽ ഇക്വിറ്റി അക്കൗണ്ടുകളിലെ ട്രാൻസാക്ഷൻസ് ആണ് വരുന്നത്. അതിനും താഴെ നിങ്ങൾക്ക് റീറ്റെയിൻഡ് ഏർണിങ്സും കറണ്ട് ഇയർ ഏർണിങ്സും കാണാൻ സാധിക്കും. നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടാത്ത പ്രീവിയസ് ഇയർ ഏർണിങ്സ് ആണ് റീറ്റെയിൻഡ് ഏർണിങ്സ് അക്കൗണ്ടിൽ ഉണ്ടാകുന്നത്. ഈ വർഷത്തെ കറണ്ട് ഇയർ ഏർണിങ്സ് അടുത്ത വർഷത്തെ റീറ്റെയിൻഡ് ഏർണിങ്സ് ആയി മാറുന്നു. നിങ്ങൾക്ക് ഈ ബാലൻസ് ഷീറ്റ് റിപ്പോർട്ടിലും നേരത്തെ കണ്ട പ്രോഫിറ്റ് ആൻഡ് ലോസ് റിപ്പോർട്ടിലും ബാലൻസസ് ഒക്കെ മുൻകാലത്തേതുമായി കമ്പയർ ചെയ്യുവാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാ ഈ കാണുന്ന കമ്പയർ വിത്ത് എന്നിടത്ത് ക്ലിക്ക് ചെയ്ത് മുൻ മാസങ്ങളായോ വർഷങ്ങളായോ കമ്പയർ ചെയ്യാൻ സാധിക്കും. അതേപോലെ റിപ്പോർട്ടിംഗ് ടാക്സ് പ്രകാരവും ബ്രാഞ്ചുകൾ തമ്മിലും ബാലൻസസ് കമ്പയർ ചെയ്യാൻ സാധിക്കും. ഇതുപോലെ തന്നെ മറ്റൊരു കസ്റ്റമൈസേഷൻ ഓപ്ഷനാണ് റിപ്പോർട്ട് ബേസിസ്. അതിൽ അക്രൂവൽ അല്ലെങ്കിൽ ക്യാഷ് ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കാനാവും. ഇത്തരം കസ്റ്റമൈസേഷൻസ് എല്ലാം വിശദമായി നമ്മൾ ഈ സീരീസിൻ്റെ ആദ്യ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടു നോക്കുക. അടുത്തതായി വരുന്നത് ഹൊറിസോണ്ടൽ ബാലൻസ് ഷീറ്റ് ആണ്. ഈ റിപ്പോർട്ടിൽ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ വരുന്ന സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ ഒരു ടേബിൾ ഫോർമാറ്റിൽ 2 വശങ്ങളിലായി കൊടുത്തിരിക്കുന്നു. അസറ്റ്സ് വലത് ഭാഗത്തും ലയബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റീസ് ഇടത് ഭാഗത്തും കാണുവാൻ സാധിക്കും. ഇന്ത്യൻ അക്കൗണ്ടിങ്ങിലെ ടി ഫോർമാറ്റ് ഫോളോ ചെയ്യുന്ന ഈ റിപ്പോർട്ട് സോഹോ ബുക്സിൻ്റെ ഇന്ത്യൻ എഡിഷനുകളിൽ മാത്രമായിരിക്കും കാണുവാൻ സാധിക്കുക. ഈ റിപ്പോർട്ട് സ്റ്റാൻഡേർഡ് ബാലൻസ് ഷീറ്റിൻ്റെ അതേ പ്രിൻസിപ്പൾസ് തന്നെ പിന്തുടരുന്നു. ഇനി നമ്മൾക്ക് ബാലൻസ് ഷീറ്റ് ഷെഡ്യൂൾ 3 നോക്കാം. ഈ റിപ്പോർട്ടും ഇന്ത്യൻ എഡിഷനിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. കമ്പനി നിയമം 2013 ഷെഡ്യൂൾ 3 പ്രകാരം തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് പറഞ്ഞിരിക്കുന്ന നിയമങ്ങളും വ്യവസ്ഥകളും പ്രകാരമാണ് തയ്യാറാക്കേണ്ടത്. അതിനാൽ ഇതാ ഇവിടെ എഡിറ്റ് അക്കൗണ്ട് മാപ്പിംഗ് കൊടുത്ത് അക്കൗണ്ടുകൾ തിരഞ്ഞെടുക്കുന്നതിനും റിപ്പോർട്ട് നിർമ്മിക്കുന്നതിനുമായുള്ള ഫ്ലെക്സിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യാനുസരണം ഇവിടെ അക്കൗണ്ടുകൾ മാപ്പ് ചെയ്യുവാൻ സാധിക്കുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെഡ്യൂൾ 3 പോലെ തന്നെ വ്യൂ മാറ്റുവാൻ ഇവിടെയും സാധിക്കും. ഇനി അടുത്തതായി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ബിസിനസ്സിലെ പണമൊഴുക്ക് കാണിക്കുന്നു. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഫിക്സഡ് അസറ്റ്സ് തുടങ്ങിയവ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുന്നു. ഈ ഒരു റിപ്പോർട്ടിൽ 3 സെക്ഷനുകളാണുള്ളത്. അത് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് എന്നിങ്ങനെയാണ്. ആദ്യത്തെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ കമ്പനിയിലെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ബന്ധപ്പെട്ട് വരുന്ന ക്യാഷ് ഫ്ലോ ആയിരിക്കും ഉണ്ടാവുക. അതായത് നിങ്ങൾ പേ ചെയ്യുവാനുള്ള പർച്ചേസ് ബില്ലുകൾ, നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുവാനുള്ള സെയിൽസ് ഇൻവോയ്സുകൾ, നിങ്ങൾ കളക്ട് ചെയ്ത GST, അതേപോലെ നിങ്ങൾ പേ ചെയ്ത GST എന്നിവയൊക്കെ ഈ കാറ്റഗറിയിൽ വരുന്നു. അതിനോടൊപ്പം നിങ്ങൾ ഇൻവെൻട്രി അസറ്റ്സ് വാങ്ങുവാൻ ചിലവാക്കിയ തുക, ലോൺസ്, ഇൻകം, നിങ്ങൾ കൊടുത്ത അഡ്വാൻസ് പേയ്മെൻറ്റ്സ്, നിങ്ങൾക്ക് കിട്ടിയ അഡ്വാൻസ് പേയ്മെൻറ്റ്സ് തുടങ്ങിയവയും ഈ കാറ്റഗറിയിൽ വരുന്നു. അടുത്തതായി വരുന്നത് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. ഒരു ഓർഗനൈസേഷൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി ഫിക്സഡ് അസറ്റ്സ്, അതേപോലെ എംപ്ലോയീസിന് ഉപയോഗിക്കാൻ ആവശ്യമായ ഫിക്സഡ് അസറ്റ്സ് എന്നിവയൊക്കെ വാങ്ങിയിട്ടുണ്ടാകാം. അതിപ്പോൾ ഒരു ഭൂമി വാങ്ങിയതാകാം, അല്ലെങ്കിൽ കാർ, ഫർണിച്ചർ, എക്യുപ്മെൻറ്റ്സ് മുതലായവയാവാം. ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഈ ഒരു സെക്ഷനിൽ വരും. ഇനി വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് ആണ്. ഇത് പ്രധാനമായും ഇക്വിറ്റി അക്കൗണ്ടിലെയും ലോങ് ടേം ലയബിലിറ്റി അക്കൗണ്ടിലെയും ക്യാഷ് ഫ്ലോ ആയിരിക്കും. കമ്പനിയും ഇൻവെസ്റ്റേഴ്സും തമ്മിലുള്ള ക്യാഷ് ഫ്ലോയിൻ്റെ ഇൻഫ്ലോ, ഔട്ട്ഫ്ലോ, അതേപോലെ പേ ചെയ്ത ഡിവിഡൻസ്, കമ്പനി സ്റ്റോക്കിൻ്റെ സെയിൽസ് അല്ലെങ്കിൽ പർച്ചേസ് എന്നിവയൊക്കെ ഈ മൂന്നാമത്തെ സെക്ഷനായ ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റീസിൽ വരുന്നു. ഇവിടെ ഈ കണ്ട 3 ആക്ടിവിറ്റീസിൻ്റെയും സമ്മാണ് നെറ്റ് ചേഞ്ച് ഇൻ ക്യാഷ്. അതായത് സം ഓഫ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ഫൈനാൻസിങ് ആക്ടിവിറ്റീസ്. ഇനി എന്താണ് എൻഡിങ് ക്യാഷ് ബാലൻസ്? ഇത് നെറ്റ് ചേഞ്ച് ഇൻ ക്യാഷിൻ്റെയും ബിഗിനിങ് ക്യാഷ് ബാലൻസിൻ്റെയും സമ്മായിരിക്കും. അതായത് തിരഞ്ഞെടുത്തിരിക്കുന്ന കാലയളവിലെ ആദ്യത്തെ തീയതിയിൽ നിന്നും അവസാനത്തെ തീയതിയിലെത്തിയപ്പോഴുള്ള ക്യാഷ്. മറ്റൊരു കാര്യം കൂടെ പറയുവാനുണ്ടായിരുന്നത്, ഈ റിപ്പോർട്ടിൽ ഇതായി കാണുന്ന പോലെ ഇൻവെൻട്രി അസറ്റ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്സ്, അക്കൗണ്ട്സ് റിസീവബിൾ എന്നിവ നെഗറ്റീവിലും
അക്കൗണ്ട്സ് പേയബിൾ, GST പേയബിൾ എന്നിവ പോസിറ്റീവായിട്ടും കണക്കാക്കുന്നു. അതായത് നെറ്റ് ചേഞ്ച് ഇൻ ക്യാഷ് കണക്കാക്കുന്നതിനായി ഓരോ അക്കൗണ്ടും എങ്ങനെയൊക്കെ പങ്ക് കൊള്ളണം എന്നതനുസരിച്ച് ഓരോന്നും കൊടുത്തിരിക്കുന്നു. ഇതോടുകൂടി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ കണക്കാക്കുന്നുവെന്ന് മനസ്സിലാക്കിയല്ലോ. അടുത്ത റിപ്പോർട്ടിലേക്ക് പോകുന്നതിന് മുന്നേ റിപ്പോർട്ടുകൾ ഷെഡ്യൂൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണാം. ഇവിടെ വലതുവശത്ത് മുകളിൽ കാണുന്ന ഷെഡ്യൂൾ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഒരു റിപ്പോർട്ട് നിങ്ങളുടെ ഓർഗനൈസേഷനിലെ ഒരു യൂസറുടെ ഇമെയിൽ ഐഡിയിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ഇമെയിൽ ഐഡിയിലേക്ക് PDF അല്ലെങ്കിൽ Excel ഫോർമാറ്റിൽ റിപ്പോർട്ടുകൾ ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കുവാൻ സാധിക്കും. ഇതിൻ്റെ ഫ്രീക്വൻസി തിരഞ്ഞെടുക്കുവാനും അയക്കേണ്ട സമയവും കൊടുത്തു വയ്ക്കുവാനും സാധിക്കുന്നു. ശരി, ഇപ്പോൾ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയെന്ന് കണ്ടു. ഒരു ഓർഗനൈസേഷനിൽ ഇതുവരെ നടന്നു കഴിഞ്ഞ ഇടപാടുകളുടെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ടുകൾ തയ്യാറായി വരുന്നു. ഇനി നിങ്ങളുടെ വരാനിരിക്കുന്ന ക്യാഷ് ഫ്ലോ മുൻകൂട്ടി കാണണമെങ്കിലോ, അതായത് വരാനിരിക്കുന്ന മാസങ്ങളിലെ മണി ഇൻ, മണി ഔട്ട് എന്നിവ മുൻകൂട്ടി കണക്കാക്കുവാൻ മറ്റൊരു റിപ്പോർട്ട് നമ്മളെ സഹായിക്കുന്നു. അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്ന ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റിംഗ്. സോഹോ ബുക്സ് ഇത് ചെയ്യുന്നത് നിങ്ങളുടെ റെക്കറിംഗ് ഇൻവോയ്സസ്, ബിൽസ്, ജേർണൽസ്, എക്സ്പെൻസസ് എന്നിവ കണക്കിലെടുത്തും കൊടുത്തിരിക്കുന്ന അസംഷൻസ് പ്രകാരവുമായിരിക്കും. നമ്മൾക്കിത് വിശദമായി നോക്കാം. ഇതാ ഇവിടെ കാണുന്ന ഗ്രാഫിൽ നിങ്ങളുടെ ആക്ച്വൽ ബാലൻസും ഭാവിയിലെ പ്രൊജക്റ്റഡ് ബാലൻസും കാണിക്കുന്നു. ഇതിൽ നിങ്ങളുടെ സെയിൽസ് ട്രാൻസാക്ഷൻസ് വഴി ലഭിച്ച ക്യാഷ് കാണിക്കുന്ന ടോട്ടൽ മണി ഇൻ, പർച്ചേസ് ട്രാൻസാക്ഷന് വേണ്ടി ചിലവാക്കിയ ക്യാഷ് കാണിക്കുന്ന ടോട്ടൽ മണി ഔട്ട്, തിരഞ്ഞെടുത്തിരിക്കുന്ന സമയത്തിൻ്റെ തുടക്കത്തിലെ ക്യാഷ് കാണിക്കുന്ന ബിഗിനിങ് ആക്ച്വൽ ബാലൻസ്, പിന്നെ ഫോർകാസ്റ്റ് ചെയ്യുന്ന ക്യാഷിൻ്റെ അവസാനം വരുന്ന ആകെ തുക എന്നിവ കാണിക്കുന്ന എൻഡിങ് പ്രൊജക്റ്റഡ് ബാലൻസും ഉണ്ടാവും. ഇനി ഇതിന് താഴെയായി കാണുന്നതാണ് മാസമായി കൊടുത്തിരിക്കുന്ന ക്യാഷ് ബാലൻസ്. ഇവിടെ ഈ ഓറഞ്ച് നിറത്തിൽ കാണുന്നതാണ് ഫോർകാസ്റ്റ് ചെയ്ത പ്രൊജക്റ്റഡ് ക്യാഷ് ബാലൻസ്. ഇവിടെ വലതുവശത്ത് കാണുന്ന കസ്റ്റമൈസ് ഫോർകാസ്റ്റ് ഇൻപുട്ട് എന്നതെടുത്താൽ അതിൻ്റെ ഉള്ളിൽ ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റിങ്ങിന് വേണ്ടി ഉൾപ്പെടുത്തുവാനും ഒഴിവാക്കുവാനും സാധിക്കുന്ന റെക്കറിംഗ് പ്രൊഫൈലുകൾ കാണുവാൻ സാധിക്കും. ഇവിടെ കാണുന്ന കോൺഫിഗർ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇത് തിരഞ്ഞെടുക്കണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫോർകാസ്റ്റ് ചെയ്യുവാനായി കണക്കിലെടുക്കുന്ന മറ്റൊരു ഘടകമാണ് അസംഷൻസ്. ഇവിടെ നിങ്ങൾക്ക് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ക്യാഷ് ഫ്ലോയെ പറ്റിയുള്ള അനുമാനങ്ങൾ കൊടുക്കാം. അതായത് FD ഇൻട്രസ്റ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ലോൺ കാരണം ഭാവിയിൽ എന്തെങ്കിലും അക്കൗണ്ടിൽ വരാൻ സാധ്യതയുള്ള ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ഇവിടെ കൊടുക്കാം. ഇത് നിങ്ങൾക്ക് റെക്കറിംഗ് ആക്കി വയ്ക്കുവാനും അതിൻ്റെ ഫ്രീക്വൻസി കൊടുക്കുവാനും സാധിക്കും. അങ്ങനെ ഇവിടെ കൊടുത്തിരിക്കുന്ന അസംഷനും റെക്കറിംഗ് ബിൽസ്, ഇൻവോയ്സസ് മുതലായവയും കണക്കിലെടുത്ത് ഒരു ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റിംഗ് റിപ്പോർട്ട് സോഹോ ബുക്സ് തയ്യാറാക്കുന്നു. ഇവിടെ ഈ കാണുന്ന ഹെൽപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ റിപ്പോർട്ടിനെ പറ്റി ചെറിയൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നോക്കുവാൻ 2 റിപ്പോർട്ട് കൂടെയാണ് ബാക്കിയുള്ളത്. ബിസിനസ് പെർഫോമൻസ് റേഷ്യോസ് റിപ്പോർട്ടും പിന്നെ മൂവ്മെൻറ്റ് ഓഫ് ഇക്വിറ്റി റിപ്പോർട്ടും. ബിസിനസ് പെർഫോമൻസ് റേഷ്യോ നോക്കുകയാണെങ്കിൽ അതിലൊരു ബിസിനസ്സിൻ്റെ സാമ്പത്തികാരോഗ്യം മനസ്സിലാക്കുവാനായുള്ള പലതരം റേഷ്യോ കൊടുത്തിരിക്കുന്നു. അവ കറൻറ്റ് റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ തുടങ്ങി 8ഓളം റേഷ്യോകളുണ്ട്. ആദ്യത്തെ കറൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ബിസിനസ്സിലെ കറൻറ്റ് അസറ്റ്സും കറൻറ്റ് ലയബിലിറ്റിയും തമ്മിലുള്ള കമ്പാരിസൺ നൽകുന്നു. ഇതാ ഇവിടെ വലതുവശം കാണുന്ന ഇൻസ്റ്റൻറ്റ് ഹെൽപ്പർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഏതാണോ അപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്ന റേഷ്യോ അത് എന്താണെന്നും എന്തിനാണെന്നും എങ്ങനെ കണക്കാക്കുന്നുവെന്നും കാണിച്ചു തരും. കണ്ടില്ലേ, ഇവിടെ ഒരു ഉദാഹരണം സഹിതം കൊടുത്തിട്ടുണ്ടാവും. അടുത്തതായി വരുന്ന ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയിൽ ഒരു കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചതിനു ശേഷം പിന്നീടുള്ള ലാഭം കാണിക്കുന്നു. ഗ്രോസ് പ്രോഫിറ്റ് ബൈ നെറ്റ് സെയിൽസ് ആണ് ഈ റേഷ്യോ. ഇനി അടുത്തത് ഡെപ്റ്റ് റേഷ്യോ ആണ്. ഇതൊരു കമ്പനിയുടെ ലയബിലിറ്റീസിനെയും അസറ്റ്സിനെയും കമ്പയർ ചെയ്യുന്നു. കയ്യിലുള്ള അസറ്റ്സ് എല്ലാം കൊണ്ട് ലയബിലിറ്റീസ് തീർക്കാനാവുമോ എന്ന് ഈ റേഷ്യോ നോക്കിയാൽ അറിയാം. ടോട്ടൽ ലയബിലിറ്റീസ് ബൈ ടോട്ടൽ അസറ്റ് എന്ന ഈ അനുപാതം 1 മേലെയാണെങ്കിൽ അസറ്റ്സിനേക്കാൾ കൂടുതൽ ലയബിലിറ്റീസ് ആണെന്നാണ് അർത്ഥം.
പിന്നെ വരുന്ന നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്നത് ടാക്സിന് ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റിൻ്റെയും നെറ്റ് സെയിൽസിൻ്റെയും റേഷ്യോ ആണ്. കണ്ടല്ലേ? ഇനി വരുന്ന ആസിഡ് ടെസ്റ്റ് റേഷ്യോ അഥവാ ക്വിക്ക് റേഷ്യോ ഒരു ബിസിനസ്സിൻ്റെ ഷോർട്ട് ടൈം അസറ്റ്സ് ഉപയോഗിച്ച് ഷോർട്ട് ടൈം ലയബിലിറ്റീസ് അടച്ചു തീർക്കുവാൻ കഴിയുമോ എന്ന് കാണിക്കുന്നു. ക്യാഷ് ആൻഡ് ഇറ്റ്സ് ഇക്വിവാലൻസ് പ്ലസ് അക്കൗണ്ട്സ് റിസീവബിൾ ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ആണ് ഈ റേഷ്യോ. അടുത്തതായി വരുന്ന റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ ഒരു ബിസിനസ് അതിൻ്റെ കസ്റ്റമേഴ്സിൽ നിന്നും പേയ്മെൻറ്റ്സ് വാങ്ങുവാൻ എത്രമാത്രം കാര്യക്ഷമമാണ് എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്കൊരു 10 ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്താൽ അതിലൊരു 7-8 ഇൻവോയ്സുകൾ അപ്പോൾ തന്നെ പേയ്മെൻറ്റ് കിട്ടിയെങ്കിൽ നിങ്ങളുടെ റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ കൂടി നിൽക്കും. നെറ്റ് സെയിൽസ് ബൈ ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ ആണ് ഈ റേഷ്യോ. ഇനി വരുന്ന ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്നത് അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ടോട്ടൽ ലയബിലിറ്റീസ് ബൈ ടോട്ടൽ ഇക്വിറ്റീസ് ആണ്. അടുത്ത ഓപ്പറേറ്റിംഗ് കോസ്റ്റ് റേഷ്യോ ഒരു ബിസിനസ് റവന്യൂ ജനറേഷന് വേണ്ടി എത്രമാത്രം ചിലവ് വഹിക്കുന്നു എന്ന് കാണിച്ചു തരുന്നു. ഇവിടെയുള്ള ഈ ഇൻസ്റ്റൻറ്റ് ഹെൽപ്പറിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് എല്ലാ റേഷ്യോകളും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. നമ്മൾക്കിനി ബിസിനസ് ഓവർവ്യൂ റിപ്പോർട്ട്സിലെ അവസാന റിപ്പോർട്ടായ മൂവ്മെൻറ്റ് ഓഫ് ഇക്വിറ്റി നോക്കാം. ഈ റിപ്പോർട്ടിൽ ബിസിനസ്സിലെ ഇക്വിറ്റി അക്കൗണ്ടുകളിലെ എല്ലാം ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും കാണിച്ചു തരുന്നു. ഇതോടൊപ്പം ഓരോ ഇക്വിറ്റി അക്കൗണ്ടിലെയും ബാലൻസസും കാണിച്ചു തരുന്നു. ഇത്രയുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുവാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇതുവരെ കണ്ട റിപ്പോർട്ടുകൾ എങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്നു എന്നതുകൂടെ പറഞ്ഞ് നമ്മൾക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇവിടെ വലതുവശത്ത് മേലെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ നിന്നും വേണ്ട ഫോർമാറ്റ് തിരഞ്ഞെടുത്ത ശേഷം ആ ഫയലിന് ഒരു പാസ്വേഡ് കൊടുക്കണമെങ്കിൽ അത് കൊടുത്ത് കസ്റ്റമൈസ് ദ ഡീറ്റെയിൽസ് ഇൻ എക്സ്പോർട്ട് ഫയൽ ക്ലിക്ക് ചെയ്ത് ഈ കാണുന്ന ഏതെങ്കിലും വിവരങ്ങൾ ചേർക്കണമെങ്കിൽ അതും ചേർത്ത് എക്സ്പോർട്ട് ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. ഇത്രയും വരെ എല്ലാം കേട്ട് മനസ്സിലാക്കി കൂടെ ഇരുന്ന ഏവർക്കും നന്ദി. തുടർന്ന് വരുന്ന വീഡിയോ സീരീസിൽ നമ്മൾ ബാക്കിയുള്ള റിപ്പോർട്ട് കാറ്റഗറികൾ കണ്ടു മനസ്സിലാക്കുന്നുണ്ട്. എന്തെങ്കിലും തരത്തിൽ റിപ്പോർട്ടുകളെ പറ്റി സംശയങ്ങളോ കൂടുതൽ വിശദീകരണമോ വേണമെങ്കിൽ നമ്മളുടെ സപ്പോർട്ട് ഇമെയിൽ ഐഡിയിലേക്ക് മെയിൽ അയക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് ചോദിക്കാം. ശുഭദിനം.